പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നാദര ഇവിടെ ഒരു സെലിബ്രിറ്റി ആയി മാറുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോ നാദര എന്താണ് ഈ വരുന്നവരൊക്കെ നാദരയോട് ചോദിക്കുന്നത്? പൊങ്കാല തിരക്കിനിടയിലും അവര് നാദരയെ വിടുന്നില്ലല്ലോ. ഒരു ചെറിയ അഹങ്കാരമുള്ളത്, ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം കൂടിയാണ്. അപ്പം ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. കാരണം ആറ്റുകാലിന് തൊട്ടടുത്തുള്ള സമീപത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും പഠിച്ചതും വളർന്നതൊക്കെ ഈ പരിസര ഭാഗത്ത് തന്നെയാണ്. അപ്പം അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് എന്നെ കാണാൻ കിട്ടുന്ന ഒരു സാധ്യത കൂടിയാണ്. അപ്പൊ അവരുടെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അവർ അടുത്തറിയുന്ന സമയത്ത് ഒരു സെൽഫി, ചിലരൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താ ചോദിക്കണേ? തീർച്ചയായിട്ടും അവരെ എന്നെ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ എന്റെ സാരി കണ്ടിട്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ. പ്രത്യേകിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നുള്ളത്. നമ്മളുടെ സെലിബ്രിറ്റികളെ മറക്കരുത്. തീർച്ചയായിട്ടും ഇന്ന് ഓൺ ഡ്യൂട്ടിയിലാണ്. നമ്മൾ ഒരുപക്ഷെ റിപ്പോർട്ടിംഗിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ന്യൂസ് 18 മുന്നോട്ട് വെക്കുന്നത്. കാരണം ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ടർ, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ അതിലേറെ അഭിമാനിച്ചുകൊണ്ട് ഓൺ ഡ്യൂട്ടിയിലാണെന്നുള്ളതാണ്. ഇവിടിപ്പോ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നവമി അവർക്ക് നിൽക്കാൻ സമയമില്ല. നമ്മളൊരു പ്രതികരണത്തെ അടിച്ചാൽ പോലും സമയമില്ല. ആ ആളുകൾ വരെ തിരിഞ്ഞു വന്ന് നാദരയെ പിടിച്ചിട്ട് സ്നേഹപ്രകടനം നടത്തിയിട്ട് പോകുന്നത് കാണാം. അതെ അതെ. അപ്പൊ ഒരുപക്ഷെ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഒരുപക്ഷെ ഇവരുടെ അടുത്ത് കേൾക്കേണ്ടി വരാറുണ്ട്. എങ്കിൽ പോലും ഡ്യൂട്ടി മറക്കാറില്ല എന്നുള്ളതാണ്. ബിഗ് ബോസിലെ വിശേഷം തിരക്കാറുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ വിശേഷങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇപ്പൊ ന്യൂസ് കാണുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. കാരണം ന്യൂസ് കാണുന്ന പ്രേക്ഷകരുടെ ഒരു വലിയൊരു തോതുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടൊക്കെ തന്നെ അഭിപ്രായം പറയാറുണ്ട്. എന്തായാലും നാദര ഇനി അങ്ങോട്ട് സെലിബ്രിറ്റികളെ തേടിയും മറ്റ് അമ്പലത്തിന് ചുറ്റുമുള്ള പൊങ്കാല വിശേഷങ്ങൾ തേടിയും പോവുകയാണ്. അമ്മ ദർശനം കിട്ടിയോ? ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാന്നാണോ? പോണം, ഇവിടെ കാത്തു നിൽക്കുക. അതുവഴി ഇവിടെ കൂടെ ക്യൂ നിൽക്കാൻ വയ്യ അല്ലേ? ക്യൂ നിൽക്കാൻ വയ്യാതില്ല എന്ന് വെച്ചാൽ അമ്മയെ കാണാൻ വരുമ്പോൾ വയ്യാതെ ഒന്നും പ്രശ്നമല്ല, കാണണം. അല്ല, ഇങ്ങനെ വിഷമത്തോടെ പോകാനാണോ ചോദിച്ചത്? വിഷമത്തിൽ മുഖം കാണാൻ പറ്റില്ല, തൊഴാൻ പറ്റില്ല. ഇനി അതുവഴി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. തിരക്ക് കൂടുതലാണോ? ഭയങ്കര തിരക്ക്. അമ്മ ഓരോ പൊങ്കാല ഇടുന്നുണ്ടോ? എനിക്ക് പൊങ്കാല ഇട്ടൂടാ. എന്റെ അതുകൊണ്ട് പൊങ്കാല ഈ വർഷം ഇട്ടൂടാ. ഞാനിവിടെ അടുത്തിരുന്നാണ്, എന്നും വന്ന് തൊഴും. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. എന്തിന് അതിലെ കുളിച്ച് തൊഴുന്നത്. എന്നും കാണുന്ന അമ്മയാണ്, കാണാൻ സാധിക്കട്ടെ. എന്നും കാണുന്നതാണ് ആറ്റുകാലമ്മയെ. ഇന്നത്തെ ദിവസം കാണുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രത്യേകതയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നത് തന്നെയാണ്.